വെൽക്കം ബാക്ക് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ്കൈറ്റ്സിലെ പ്രവർത്തനം 2 ബാസ്കറ്റ്ബോൾ ഗെയിം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാസ്കറ്റ്ബോൾ ഗെയിം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പവർ സെറ്റ് ചെയ്യാം, ആംഗിൾ സെറ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ പൊസിഷൻ, ബാസ്ക്കറ്റിൻ്റെ പൊസിഷൻ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കിവിടെ പവർ ഞാൻ അപ്പ് ആരോ നമുക്ക് നമ്മുടെ കീബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗെയിം കളിക്കുന്ന മുകളിലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാം. അപ്പം ഞാനൊരു പവർ 3 ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഇൻഡിക്കേഷനും കാണാം. അതുപോലെ ആംഗിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമ്മൾ നിൽക്കുന്നതനുസരിച്ച് ഇവിടെ ആംഗിൾ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. ഞാനൊരു 30 ഇടാം. ഇനി ഞാൻ സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ ബോൾ ബാസ്ക്കറ്റിലോട്ട് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാപ്പ് അടിക്കുന്ന ഒരു ശബ്ദം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് റിസോഴ്സസ് ആവശ്യമുണ്ട്, അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി 2 ഈ റിസോഴ്സസ് ഫയലെല്ലാം ഉള്ളത്. ഇതിൽ അസറ്റ്സിൽ പോയി കഴിഞ്ഞാൽ പ്ലെയേഴ്സിൽ ഇത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് കാണാം. അതേപോലെ കോട്ട്, നീഡിൽ, ഇൻഡിക്കേറ്റേഴ്സ്, ബാസ്ക്കറ്റ്. ഓക്കെ, ഇത്രയും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു ന്യൂ ഫയൽ എടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെയാണ് നമ്മൾ സ്പ്രൈറ്റ് ആഡ് ചെയ്യുന്നത്. സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ, അതെല്ലാം ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എല്ലാം ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ലിറ്റിൽ കൈറ്റ്സിൽ ആക്ടിവിറ്റി 2 അസറ്റ്സിൽ മിസ്കിൽ കോട്ട് എന്നുള്ള ഫയൽ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ കോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ സ്പ്രൈറ്റ് പ്ലെയറിനെയാണ് ആഡ് ചെയ്യേണ്ടത്. പ്ലെയർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്ലെയറിനെ ആഡ് ചെയ്തു. ഫസ്റ്റ് പ്ലെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോസ്റ്റ്യൂംസ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ട് കാണാം. കോസ്റ്റ്യൂംസിൽ ബാക്കിയുള്ള ഇവിടെ അപ്ലോഡിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്തിടാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്നത് മാറ്റുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്യാം. അപ്പോഴാണ് അത് കറക്റ്റ് ഓർഡറിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ ആഡ് ചെയ്തത് 1, 2, 3 ഇതുപോലെ മാറ്റം വരുത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റിൽ മാറ്റം വരും. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കണം. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അഗൈൻ നിങ്ങൾ എന്ത് ചെയ്യാം, കോഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ പ്ലെയറിനെ എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത്, പ്ലെയർ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് പ്ലെയർ ഇപ്പം ക്ലിക്ക് ചെയ്ത് വെക്കണം. അത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ പ്ലെയർ വേറൊരു പൊസിഷനിലോട്ട് നിൽക്കും. ഇപ്പോൾ ഇവിടെ കോസ്റ്റ്യൂംസിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യാം, എന്നിട്ട് കോഡിലോട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു കോഡാണ്. ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴാണോ മൂവ്മെൻറ്റ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സ്പേസ് ബാർ ഞെക്കിക്കഴിഞ്ഞാൽ ബാസ്ക്കറ്റിലോട്ട് ബോൾ ഇടുന്ന രൂപത്തിലാണ് വരേണ്ടത്.
അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവൻറ്റിൽ പോയിട്ട് വെൻ സ്പേസ് കീ പ്രസ്ഡ് എന്നുള്ള ബ്ലോക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം റിപ്പീറ്റ് എന്നുള്ള ബ്ലോക്ക് ആഡ് ചെയ്യാം. ഈ റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. 6 എന്ന് കൊടുക്കാം. വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് 0.1 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ സ്പേസ് നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ പ്ലെയർ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ബാസ്ക്കറ്റിലോട്ട് നമ്മൾ ബോൾ ഇടുന്ന രൂപത്തിലുള്ളൊരു ആക്ഷൻ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പ്ലെയർ ചില സമയങ്ങളിൽ ബോൾ ഇടുന്ന അതേ പൊസിഷനിലോട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ കാണാം. അപ്പോൾ അതിന് നമുക്കൊരു വേറൊരു കോഡ് കൂടി ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇനീഷ്യൽ പൊസിഷനിലോട്ട് പ്ലെയറിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് ഇവൻറ്റിൽ അഗെയിൻ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. അഗെയിൻ ലുക്സിൽ പോവാം. സ്വിച്ച് കോസ്റ്റ്യൂം ടു 7-ലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1-ലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ ഇനീഷ്യൽ പൊസിഷനിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ പ്ലെയറിന് ചെയ്യേണ്ട കോഡ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ബാസ്ക്കറ്റിലോട്ട് ഇടേണ്ട ബോൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സ്പ്രൈറ്റിലേക്ക് പോവാം. എന്നിട്ട് ഈ ഒരു സിമ്പലിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണാം ബാസ്ക്കറ്റ് ബോൾ എന്ന് കാണാം. അത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ കയ്യിൻ്റെ കാണുന്ന രീതിയിൽ കയ്യിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു സൈസ് നമുക്കൊരു 70 കൊടുക്കാം. ഓക്കെ, 70 കൊടുത്തതിന് ശേഷം നമുക്കിതിനൊരു കോഡ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്പ്രൈറ്റ് ഇത് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതിലല്ല കോഡ് എഴുതേണ്ടത്, ബാസ്ക്കറ്റ് ബോളിലാണ് കോഡ് വരേണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊരു കോഡ് എഴുതേണ്ടത് നമുക്ക് ഇവൻറ്റിൽ വെൻ ക്ലിക്ക്ഡ് എന്നുള്ള ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. മോഷനിൽ പോവാം. ഗോ ടു X 170-21 എന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് 170 ആയിരിക്കില്ല കാണിക്കുന്നത്, കാരണം നിങ്ങളുടെ ബോളിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ വാല്യൂ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എത്ര ഹൈറ്റ് ആണോ എവിടെയാണോ നമ്മളെ പ്ലെയർ വെച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഇവിടെ വരുന്ന വാല്യൂ മാറുന്നത്. അത് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഗോ ടു X and Y എന്നുള്ളത് അതിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ സ്പേസ് ബാർ നിൽക്കി. ബോളിന് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് ബോൾ എന്ത് ചെയ്യണം, മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ അതിനുള്ള കോഡ് അവൈലബിൾ അല്ല. പിന്നെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം ഉറപ്പ് വരുത്തുക, നമുക്ക് വൈഫൈ ഇൻ്റർനെറ്റ് ആക്സസ് ഇതിന് ആവശ്യമാണ്. ഇതില്ലാതെ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വൈഫൈ എനേബിൾ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. വൈഫൈ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആഡ് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക. ബോക്സ് 2D ഫിസിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുപോലൊരു ഓപ്ഷൻ വരും, ഫിസിക്സ് എന്നുള്ള. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ സ്പേസ് നിൽക്കുമ്പോഴാണല്ലോ ഈ ഒരു ബോൾ ബാസ്ക്കറ്റിലോട്ട് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവൻറ്റിൽ വെൻ സ്പേസ് ഈസ് പ്രസ്ഡ് ഇൻ ഫിസിക്സിൽ വന്നിട്ട് സെറ്റ് സിമുലേഷൻ റേറ്റ് ടു 13 എന്നുള്ളത് കൊടുക്കുക.
അതിന് ശേഷം നമുക്ക് ബൗൺസ് ചെയ്യേണ്ടത് തട്ടിയിട്ട് തെറിച്ച് വരേണ്ടത് ഏത് മെത്തേഡിലാണ്, ക്വിക്കായിട്ടാണോ വരേണ്ടത്, അത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇതിൽ നോർമൽ എന്നുള്ളത് ക്വിക്ക് ബൗൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 40 കൊടുക്കാം. സിമുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോൾ എത്ര ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇത് മൂവ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിത് കൂട്ടിക്കഴിഞ്ഞാൽ 100 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. സോറി, ഇത് ഫുള്ള് കോഡ് കംപ്ലീറ്റ് ആയാലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് 14 നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഗെയിൻ നമുക്ക് വേറൊരു ബ്ലോക്കും കൂടി വേണം. നമ്മുടെ പുഷ് ചെയ്യാനുള്ള ഫോഴ്സ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പുഷിങ് ഫോഴ്സ് നമുക്ക് 3 കൊടുക്കാം. ഇവിടെ നമുക്കൊരു ആംഗിൾ ഡയറക്ഷൻ എത്ര ആംഗിളാണുള്ളത് 30 കൊടുക്കാം. ഓക്കെ, അഗെയിൻ കൺട്രോൾസിൽ പോവാം. ഇവിടെ ഫോർവേഡ് എന്നുള്ള ലൂപ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റെപ്സ് ഇൻ സിമുലേഷൻ എന്നുള്ളത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഗ്രീൻ ഫ്ലാഗ് നിൽക്കിയിട്ട് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ബോൾ നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 100 ഇട്ട് നോക്കാം എന്താ സംഭവിക്കുന്നത്. സ്പേസ് നിൽക്കുക, കണ്ടോ, വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ ബോൾ വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം ഫ്രെയിം റേറ്റ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫ്രെയിം റേറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 40 ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ഒക്കെ നോക്കി സ്പേസ് നോക്കി ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫ്ലോ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇവിടെ പവർ 4 കൊടുത്താൽ കുറച്ചും കൂടി പവറിൽ നമ്മളെ ബോൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മുകളിലേക്കുള്ള ആരോ നിൽക്കുമ്പോൾ പവർ കൂടുകയും റൈറ്റിലോട്ടുള്ള ആരോ നിൽക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ആവുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ആവുന്ന കോഡ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള അസറ്റിൽ നീഡിൽ നിന്നുള്ളത് സ്പ്രൈറ്റിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സൈസ് നമുക്ക് ഒരു 50-ലോട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ കുറച്ച് കോഡ് എഴുതാനുണ്ട്. അതതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് വരേണ്ടത്, എത്ര മൂവ്മെൻറ്റ് എത്ര ഫ്രെയിം റേറ്റിലാണ് വരേണ്ടത് എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് വേണ്ടത് ഇവൻറ്റിൽ പോയിട്ട് വെൻ സ്പേസ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഏതാണോ റൈറ്റ് ആരോ നിൽക്കുമ്പോഴാണ് നമുക്ക് ആംഗിൾ ചേഞ്ച് ആവേണ്ടത്. ഇനി ഇതിൻ്റെ താഴെ ആംഗിൾ എന്നുള്ളത് സംഭവം കൊണ്ടുവരണം. അതിന് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് വേരിയബിൾസിൽ പോയിട്ട് മേക്ക് എ ന്യൂ വേരിയബിൾ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ സ്മോൾ ലെറ്ററിൽ ആംഗിൾ എന്ന് കൊടുത്ത് ഫോർ ആൾ സ്പ്രൈറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ വേരിയബിൾ ഒരു ആംഗിൾ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഇതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ആംഗിൾ ചേഞ്ച് ആംഗിൾ ബൈ 1 എന്നുള്ളത് എടുത്തിടാം. അതേപോലെ തന്നെ ഓക്കെ, പോയിന്റ് ഇൻ ഡയറക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആംഗിൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് 90 ആണ് വേണ്ടത്, 90 ആണുള്ളത്.
അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കൊടുക്കുന്ന ആംഗിളിനനുസരിച്ച് വേണം ഇവിടുത്തെ ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേരിയബിളിൽ ഒരു ആംഗിൾ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എടുത്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യും. പോയിന്റ് ഡയറക്ഷൻ ആംഗിൾ. ഇപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോ മാർക്ക് അപ്പ് ആരോ കൊടുക്കുന്ന സമയത്ത് റൈറ്റ് ആരോ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആംഗിൾ ചേഞ്ച് ആവില്ലേ? ഇവിടെ ആംഗിൾ ചേഞ്ച് ആവുന്ന വാല്യൂ എടുത്തിട്ട് ഇവിടെ വരും. ഓക്കെ, അതിനാണ് നമ്മൾ ഇവിടെ ആംഗിൾ കൊടുത്തത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഇവിടെ ചേഞ്ച് ചെയ്യുന്ന വാല്യൂ ഡാറ്റ എവിടെയാണ് സ്റ്റോർ ആവുന്നത്? നമ്മുടെ ആംഗിളിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ആവുന്നത്. അവിടെ സ്റ്റോറായി അവിടെ എന്ത് വാല്യൂ ആണോ വരുന്നത്, അപ്പോൾ ഇവിടെ 90 വന്നാൽ ഇവിടെ 90 എന്നുള്ളത് കാണിക്കും, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 എന്ന് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ വേരി ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ചേഞ്ച് ആവും. ഓക്കെ, ഇനി നമുക്ക് ഈ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആംഗിൾ ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ആംഗിൾ ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 90 ഇപ്പോൾ 180 ആയി. 180ൻ്റെ ബാക്കിലോട്ട് ഇത് പോകുന്നുണ്ട്. ഇതൊരു മിസ്റ്റേക്കാണ്. ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. 0 90 വരെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 90 ആവുന്ന സമയത്ത് അത് റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഈ കോഡിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താണ്. നിങ്ങൾ കൺട്രോൾസിൽ പോവുക, ഈഫ് ദെൻ എന്നുള്ള ഈ ഒരു ബ്ലോക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇതിന് ഓപ്പറേറ്റേഴ്സിൽ ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ ബ്ലോക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ഇടാം. ഇപ്പോൾ 90 വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 90 എന്ന് കൊടുക്കുക. ഇവിടെ ആംഗിൾ വേരിയബിൾസിൽ പോയിട്ട് ആംഗിൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ 90ക്ക് മുകളിലാണ് നമ്മുടെ ആംഗിൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് ആംഗിൾ ടു 90 എന്ന് കൊടുക്കാം. ഇപ്പോൾ 90ക്ക് മുകളിലാണെങ്കിൽ 90 ആയിട്ട് തന്നെ സെറ്റ് ചെയ്യും. അതിന് മുകളിലോട്ട് പോവില്ല. എന്നിട്ട് നമുക്കിതിൻ്റെ ഗ്യാപ്പിലായിട്ട് വെച്ചു. ഇപ്പോൾ ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു നീഡിൽ 0 വരണം. അപ്പോൾ ഇതിവിടെ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേറൊരു കോഡ് കൂടി ചെയ്യാനുണ്ട്. ഇവൻറ്റിൽ പോയിട്ട് ഇവൻറ്റ് ക്ലിക്ക്ഡ് സെറ്റ് വേരിയബിൾസിൽ സെറ്റ് ആംഗിൾ ടു 0 അഗെയിൻ പോയിന്റ് ഡയറക്ഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, പോയിന്റ് ഇൻ ഡയറക്ഷൻ ആംഗിൾ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഗ്രീൻ ഫ്ലാഗ് നിൽക്കി നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ നമ്മുടെ ഈ നീഡിൽ 0 വന്നു. നമുക്ക് ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മൾ ആംഗിളിനനുസരിച്ച് നമ്മുടെ ബോൾ മൂവ്മെൻറ്റ് വരുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു ചേഞ്ചും കൂടി വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ബോൾ എന്നുള്ള കോഡിലോട്ട് വരാം. ഇവിടെ ഡിറക്ഷൻ 30 എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആംഗിൾ വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിവിടെ ആംഗിൾ നിന്നെടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് ബോളിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ഈ ആംഗിൾ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ റൈറ്റ് ആരോ കൊടുക്കുമ്പോൾ ആംഗിൾ താഴോട്ട് വരുന്നുണ്ട്, ലെഫ്റ്റ് ആരോ കൊടുക്കുമ്പോൾ ബാക്കിലോട്ട് വരുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെയും കൂടി ഒരു കോഡ് ചെയ്തേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. റൈറ്റ് ആരോ എന്നുള്ള കൊടുത്ത് ലെഫ്റ്റ് ആരോ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇത് മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ദാൻ ഇട്ട് കൊടുക്കാം. ലെസ് ദാൻ ആംഗിൾ 90. ഓക്കെ, വേറെ ചേഞ്ച് വരുത്താനുള്ളത് നമുക്കിപ്പോൾ ഇത് പ്ലസ് ആഡ് ചെയ്ത് പോവുക ചെയ്യാം. അപ്പോൾ നമ്മൾ ആംഗിൾ കൂട്ടുന്നതനുസരിച്ച് +1 ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് അടിക്കുന്ന സമയത്ത് -1 ആണ് ആവേണ്ടത്. അപ്പോൾ ഇവിടെ -1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഫ്രണ്ട്, ബാക്ക് വരുന്നില്ല. അപ്പോൾ അതിന് ഇവിടെ 90 കൊടുത്തിരുന്നത്, നമുക്ക് 0 വേണം വരാൻ വേണ്ടി. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി. ഓക്കെ, സെറ്റ് ചെയ്യുക. ഫ്രണ്ട്, ബാക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആംഗിൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് പവറാണ്. അപ്പോൾ പവർ എത്ര പവറിലാണ് ബോൾ പോവേണ്ടത് എന്നുള്ളത് നമ്മൾ ബോളിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുഷ് വിത്ത് ഫോഴ്സ് 4 എന്നുള്ളതാണ്. ഈ 4 നമ്മൾ അപ്പ് ആരോ കൊടുക്കുന്ന സമയത്ത് വേണം ഇത് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഗെയിൻ നമ്മളിപ്പോൾ ചെയ്തതുപോലെയുള്ള ഒരു കോഡ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അഗെയിൻ ഇതിലോട്ട് വരാം. നമ്മുടെ വേരിയബിൾസിൽ മേക്ക് എ ന്യൂ വേരിയബിൾ ആംഗിൾ എന്നുള്ളത് നമുക്കിപ്പോൾ വേണ്ടത് പവർ ഫോർ ആൾ സ്പ്രൈറ്റ്സ് എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ. ഇപ്പോൾ നമ്മുടെ പവറായി ആംഗിളുമായി. ഓക്കെ, ഇനി നമുക്ക് പവറിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എത്ര പവറാണ് കൂടുന്നത് കുറയുന്നത് നമുക്ക് ഇൻഡിക്കേഷൻ നമുക്ക് കാണാനും അറിയാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് എ സ്പ്രൈറ്റിൽ പോയിട്ട് അപ്ലോഡ് സ്പ്രൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആക്ടിവിറ്റി ടൂവിൽ അസറ്റിൽ ഇൻഡിക്കേറ്ററിൽ ഫസ്റ്റ് വണ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്കൊരു 20 കൊടുക്കാം. ഓക്കെ, 20 കൊടുത്ത് ഇതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് വെക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്കൊരു പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയാണല്ലോ ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ വെക്കാം. പവർ ഇവിടെ വെക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇവിടെയാണ് ബോൾ വരാൻ സാധ്യതയില്ലാത്ത ഏരിയ, അപ്പോൾ ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. നമുക്ക് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പവറിന് ആവശ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അത് എവിടെയായിരിക്കും ആഡ് ചെയ്യേണ്ടത്? ഇവിടെ കോസ്റ്റ്യൂംസിൽ ഇവിടെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അഗെയിൻ കോഡിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ 2 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് അതേപോലെ ഇവിടെ 7 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 0 വരേണ്ടത്. കാരണം എന്താ, നേരത്തെ പറഞ്ഞതിന് കോസ്റ്റ്യൂംസിൽ എപ്പോഴും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വണ്ണ് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് കോഡിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എല്ലാം മാറും. ഇനി ഇതിന് താഴെ ഒരു കോഡ് വരാനുണ്ട്. ഇനി നമുക്ക് അപ്പ് ആരോ കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ പവർ ചേഞ്ച് ആവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി അഗെയിൻ നമ്മുടെ ഇവൻറ്റിൽ വന്നിട്ട് ഇവൻറ്റ് സ്പേസ് എന്നുള്ളത് മാറ്റിയിട്ട് അപ്പ് ആരോ എന്നുള്ളത് കൊടുക്കാം. ഇനി നമ്മുടെ വേരിയബിൾസിൽ വരാം. ചേഞ്ച് ആംഗിൾ ബൈ 1 എന്നുള്ളത് മാറ്റിയിട്ട് ചേഞ്ച് പവർ ബൈ 1 എന്നുള്ളത് കൊടുക്കാം. ഇനി അതുപോലെ സ്വിച്ച് കോസ്റ്റ്യൂം ടു 1, സോറി, സ്വിച്ച് കോസ്റ്റ്യൂം ടു നമ്മുടെ 1 എന്നുള്ളത് മാറ്റി നമ്മൾ എന്ത് വരണം, നമ്മുടെ പവർ വരണം. ഇപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഇവിടെ പവർ എന്നുള്ള ഭാഗത്ത് നമ്മൾ കോസ്റ്റ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ്യൂംസിൽ ഇവിടെ 1 2 3 4 5 6 7 വരെ അല്ലേ. അപ്പോൾ ഇതാണ് അവിടെ നോക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ അപ്പാരോ നിൽക്കുന്ന സമയത്ത് 1 by 1 ആയിട്ട് ഇത് ചേഞ്ച് ആവും. 1 വരും, 2 വരും, 3 വരും, 4 വരും. അപ്പോൾ കോസ്റ്റ്യൂം സ്വിച്ച് ചെയ്യുന്നത് 1 ആണെങ്കിൽ വശത്ത് കാണിക്കും. ഇപ്പോൾ 1 ആണെങ്കിൽ ഫസ്റ്റത്തെ കോസ്റ്റ്യൂം കാണിക്കും. കണ്ടോ, മുകളിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 3 4 5 6 7. ഓക്കെ, ഇങ്ങനെ ആയിട്ട് മാറിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പവർ ഇട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാറ്റുന്നതനുസരിച്ച് പവർ ഇവിടെ ചേഞ്ച് ആവും. കോസ്റ്റ്യൂം അതേപോലെ ഇവിടെ ചേഞ്ച് ആവും. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കാണാം. ഇത് ഇങ്ങനെ കൂടി 7ൽ വരുന്ന സമയത്ത് അഗെയിൻ
ഇത് 0-ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഒരു ലൂപ്പ് ഇട്ടിട്ട് നമുക്കത് 7 ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം വരാൻ, നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ അതിന് നേരത്തെ നമ്മളെന്തായിരുന്നു ചെയ്തിരുന്നത്? ഈഫിൽ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റേഴ്സിൽ പോയിട്ട് ഗ്രേറ്റർ ദാൻ ഇവിടെ നമുക്ക് 7 എന്ന് കൊടുക്കാം. 7 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അതിനുശേഷം ഇവിടെ പവർ എന്നുള്ള കൊടുക്കാം, വേരിയബിൾസിൽ പവർ. അഗെയിൻ നമ്മൾ സെറ്റ് 7ൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ സെറ്റ് പവർ ടു 7 എന്ന് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇത് കൊണ്ടുവരാം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പ്രസ് ചെയ്യുന്ന സമയത്ത് 7 വരെ പോകുന്നുള്ളൂ, ബാക്കിലോട്ട് വരുന്നില്ല. 7 തന്നെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട കോഡ് നേരെ തിരിച്ചാണ്. ബാക്കിലോട്ട് ഡൗൺ ആരോ നിൽക്കി കഴിഞ്ഞാൽ ഇത് കുറയണം. അപ്പോൾ അതിന് വേണ്ടത് എന്താ? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ മാത്രം മാറ്റാനുണ്ട്. ഓപ്പറേറ്റേഴ്സിൽ ലെസ് ദാൻ എടുത്തിടാം, പവർ ഇടാം. ഇവിടെ എത്ര വരും? ഇവിടെ -1, ഇവിടെ 1. ഇവിടെ 0 അല്ല കൊടുക്കുന്നത്, നമ്മൾ 1 ആണ്. കാരണം 1 വരെ പവർ അറ്റ്ലീസ്റ്റ് വേണം നമുക്കിത് ബോൾ തട്ടാൻ വേണ്ടി. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ബോൾ മൂവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് 1 കൊടുക്കുന്നത്. ഓക്കെ, ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ല. റീസൺ എന്തായിരിക്കും? നമ്മൾ ഇത് റീസെറ്റ് ചെയ്യേണ്ടത്. റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കോഡുണ്ട്. നേരത്തെ മറ്റ് കോഡുകളിൽ ചെയ്ത പോലെ തന്നെ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് സെറ്റ് പവർ ടു 1 and switch costume to power. ഇനി നമുക്കൊന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അത് റീസെറ്റ് ആയിട്ട്. ഇനി നമുക്ക് പവർ ഒന്ന് കൂട്ടി നോക്കാം. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ സ്റ്റെക്ക് ആയിട്ടുണ്ട്. അപ്പ് ആരോ ഇവിടെ ഡൗൺ ആരാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ചെറിയ മാറ്റം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഒന്ന് അഗെയിൻ ഗ്രീൻ ഫ്ലാഗ് നോക്കിയിട്ട് അപ്പ് വരെ നിൽക്കുമ്പോൾ കൂടുന്നുണ്ട്, ഡൗൺ വരെ നിൽക്കുമ്പോൾ കുറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പവർ നമ്മളെ ബോളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ ബോളിൽ നിന്നുള്ള സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മളെ പവർ ഇടേണ്ടത്. അപ്പോൾ പവർ എന്നുള്ള വേരിയബിൾസ് ഇവിടെ ഇടാം. അപ്പോൾ നമ്മൾ പവറിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മളെ ബോൾ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല പവറിൽ ഇട്ടിട്ട് ഒരു 7-ലിടാം. 7-ലിട്ട് സ്പേസ് നിൽക്കാം. അപ്പോൾ നല്ല പവറിലാണ് പോകുന്നത്. ഓക്കെ, അഗെയിൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. പവർ 7, ആംഗിൾ ഒരു 25 പ്രസ്. ഓക്കെ, നല്ല രീതിയിലുള്ള പവറിലത് ബോൾ മൂവ്മെൻറ്റ്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മളെ ബാസ്ക്കറ്റാണ് ആഡ് ചെയ്യുന്നത്. ബാസ്ക്കറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അഗെയിൻ സ്പ്രൈറ്റിൽ അപ്ലോഡ് സ്പ്രൈറ്റ്, ആക്ടിവിറ്റി ടൂൾ, അസറ്റിൽ ബാസ്ക്കറ്റിൽ ഫസ്റ്റ് 1 ആഡ് ചെയ്യും. ഫസ്റ്റ് 1 ആഡ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ ഒരു സൈസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പാകത്തിന് സെറ്റ് ചെയ്ത് വെക്കുക. ഞാനൊരു 80 സെറ്റ് ചെയ്യാം. കൂടുതൽ ചെറുതായി കഴിഞ്ഞാൽ പിന്നെ ബോൾ ഇതിലോട്ട് വീഴാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റാൻഡമായിട്ട്, നിങ്ങൾ ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് നിൽക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ കാണാം. നിങ്ങൾ റാൻഡമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇത് വരുന്ന രീതിയിൽ കാണാം. അതൊരു ഗെയിമിനൊരു ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് കോഡ് ചെയ്തിട്ടുണ്ട്. ഇവൻറ്റിൽ പോയിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്
ഇപ്പോഴാണല്ലോ നമുക്കിത് റാൻഡമായിട്ട് മാറേണ്ടത്. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. സ്വിച്ച് കോസ്റ്റ്യൂം ടു ലുക്സിൽ സ്വിച്ച് കോസ്റ്റ്യൂം ടു 1 ഗെയിം മോഷനിൽ പോയിട്ട് പൊസിഷൻ. ഇവിടെ നമുക്ക് റാൻഡമായിട്ടാണ് വൈ വരേണ്ടത്. എക്സും വൈയും അറിയാലോ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പോൾ വൈയിലാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. എക്സിൽ ചേഞ്ച് ചെയ്താൽ ഇങ്ങോട്ടും മാറും, വൈ ചേഞ്ച് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നമുക്ക് വൈയിലാണ് റാൻഡമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇതിന് പിക്ക് റാൻഡം 1 to 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നമുക്കിവിടെ റാൻഡം -70 to 140 കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. നോക്കാം, ഇവിടെ മൈനസ് ആണ് വന്നത്, ഇവിടെ 210 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ബാസ്ക്കറ്റ് ഇവിടെ വരുന്നത്. 210 സോറി 210. ഓക്കെ, ഇപ്പോൾ ഓക്കെ അല്ലേ? റെഡി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാസ്ക്കറ്റിൻ്റെ കൂടെയുള്ള കുറച്ചുകൂടി കോസ്റ്റ്യൂംസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2-3 കോസ്റ്റ്യൂംസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോൾ വീഴുന്ന ഒരു ആനിമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാം, ഈ ബോൾ വീണ് കിടക്കുന്ന ഒരു ആനിമേഷൻ ഇതിലുണ്ട്. തേർഡിൽ പിന്നെ മിഡിലായിട്ടാണ് ബോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ആനിമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 3 കോസ്റ്റ്യൂംസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോൾ വന്ന് വീഴുന്ന സമയത്ത് ബോൾ ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ, ഈ കളറിൽ തട്ടിക്കഴിഞ്ഞാൽ സക്സസ് എന്നുള്ളൊരു മെസ്സേജ് വരണം. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബോൾ ഹൈഡായി നിൽക്കണം, പ്ലസ് ഒരു വോയിസ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ കൺട്രോൾസിൽ പോവാം. ഇഫ് ദെൻ എന്നുള്ളത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട സെൻസിങ് എന്നുള്ള ഓപ്ഷനിൽ ടെക്സ്റ്റ് കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ഒരു ഐക്കൺ കാണാം, ഒരു ഇമേജിലൊരു ഇതിലുള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. പിക്ക് ചെയ്ത കളർ ഇവിടെ വരുന്നതായിട്ട് ഇത് കാണാം. എന്നിട്ട് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഇവിടെ വന്നതായിട്ട് കാണാം. ഈ ഒരു കളർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. ഓക്കെ, ഇവിടെ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പുതിയൊരു സക്സസ് എന്നുള്ള മെസ്സേജ് വന്നു. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ലുക്സിൽ പോയിട്ട് ഹൈഡ്. ഇപ്പോൾ എന്താ സംഭവിക്കാം? ഇപ്പോൾ ഈ കളറിൽ ടച്ച് ആയി കഴിഞ്ഞാൽ സക്സസ് എന്നുള്ള മെസ്സേജ് വരും, അതേപോലെ ഹൈഡ് ആവും. ഈ ഒരു ബോൾ ഹൈഡ് ആയി കിടക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് പവർ നമുക്ക് വേണ്ടത് നിങ്ങൾ കീബോർഡിൽ സെറ്റ് ചെയ്തിട്ട് 3 ഇടാം. ആംഗിൾ ഞാനൊരു 30 ഇടുന്നുണ്ട്. എന്നിട്ട് സ്പേസ് അടിച്ചു. ഓപ്സ്, കുറച്ചും കൂടി പവർ വേണ്ടി. ഓക്കെ, പവർ 30 സ്പേസ്. ഓക്കെ, ഇപ്പോൾ ബോൾ നിങ്ങൾക്ക് കാണാം, ബോൾ ഹൈഡായി പോയി, ബോൾ കാണുന്നില്ല. പിന്നെ അഗെയിൻ നമ്മൾ ബോൾ കാണണം. അപ്പോൾ നമ്മളിപ്പോഴും ബോൾ കാണുന്നില്ല, നമ്മൾ ഗ്രീൻ ഫ്ലാഗ് അടിച്ചിട്ടും ബോൾ കാണുന്നില്ല. നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ ഹൈഡ് എന്നുള്ള ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഷോ എന്നുള്ള ബ്ലോക്ക് എടുത്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. നമ്മുടെ വെൻ ക്ലിക്ക്. ഇപ്പോൾ ബോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്ലെയറുടെ കയ്യിൽ വരുന്നതായിട്ട് കാണാം. ഓക്കെ,
നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കോസ്റ്റ്യൂംസിൽ, ഇതിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഈ ബോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കോസ്റ്റ്യൂംസ്, നമ്മളെ ബാസ്കറ്റ് ബോളിൻ്റെ കോസ്റ്റ്യൂംസ് ആനിമേഷൻ വരുന്നില്ല. ഈ ബോൾ വീഴുന്ന ഒരു ആനിമേഷൻ ഇതിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവൻറ്റിൽ വെൻ ഐ റിസീവ്ഡ് സക്സസ് മെസ്സേജ്, ലുക്സിൽ സ്വിച്ച് കോസ്റ്റ്യൂം ടു 1 ആദ്യം കൊടുക്കാം. അതിനുശേഷം വെയിറ്റ് 0.1 സെക്കൻഡ്, അഗെയിൻ സ്വിച്ച് കോസ്റ്റ്യൂം ടു 3. ഇപ്പോൾ എന്താ സംഭവിക്കുക, ആ ബോളിൻ്റെ ഒരു ആനിമേഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പവർ 3, ആംഗിൾ 30, സ്പേസ്. ഓക്കെ, അപ്പോൾ ആ ബോളിൻ്റെ ഒരു ആനിമേഷൻ വന്ന് ആ ഒരു ബാസ്ക്കറ്റിൽ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അഗൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇനി നമുക്കിതിൻ്റെ സൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം? സൗണ്ടിൽ പോയിട്ട് സൗണ്ട്, ചൂസ് എ സൗണ്ട് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചീർ എന്ന് പറയുന്ന സൗണ്ട് പ്ലേ ചെയ്തു. ഓക്കെ, ഈ സൗണ്ടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാം. അഗൈൻ കോഡിലോട്ട് പോവാം, സൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം, സ്റ്റാർട്ട് സൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ആംഗിൾ സെറ്റ് ചെയ്ത് 3:32 സ്പേസ്. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ബാസ്കറ്റ് ബോൾ ഗെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സിലെ ആക്ടിവിറ്റി 2 വരുന്ന പ്രൊജക്റ്റ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.